എ പ്ലസ് ക്ലബിലേക്ക് സ്വാഗതം. ഈ ചാനൽ ശരിക്കും പൊതുജനങ്ങളുടെ താല്പര്യം മുൻനിർത്തി നിലകൊണ്ടിട്ടുള്ള ഒരു ചാനലാണ്. എപ്പോഴും മുൻപും പൊതുജനങ്ങൾക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള ഒരു ചാനലാണ്. അവർ അറിയേണ്ട വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എപ്പിസോഡുകളാണ് എല്ലാ ദിവസവും 6 മണിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ, കേരള സർക്കാരിൻ്റെ പദ്ധതികൾ, ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പൊതുവായ കാര്യങ്ങൾ എന്നിവയെല്ലാം തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. രാഷ്ട്രീയപരമായ യാതൊരു വേർതിരിവും ഇല്ലാതെ നല്ലതെന്ന് പറയുകയും ശരിയല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തോ രാജ്യത്തോ സംഭവിച്ചാൽ അത് ശരിയല്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ചാനലാണ്. ഇന്ന് ഇത് ആമുഖമായി പറയാൻ കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാരിൻ്റെ ഒരു തീരുമാനം പുറത്തു വന്നതാണ്. നിങ്ങളെല്ലാം അത് അറിഞ്ഞിരിക്കും. എന്നാലും അത് വിശകലനം ചെയ്യുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്. ഈ സർക്കാർ ഒരു ജനാധിപത്യ സർക്കാർ തന്നെയാണോ? ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണോ നിലകൊള്ളുന്നത്? തൊഴിലാളികൾക്കും കർഷകർക്കും അധ്വാനിക്കുന്നവർക്കും വേണ്ടി തന്നെയാണോ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്? ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരുന്നത്, ആ ചോദ്യങ്ങൾ ബന്ധപ്പെട്ടവരോട് ചോദിക്കേണ്ടി വരുന്നതിൻ്റെ അടിസ്ഥാനവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനും അംഗങ്ങൾക്കുമുള്ള ശമ്പള വർധനവ്. രണ്ടാമത് സർക്കാർ പ്ലീഡർമാർക്കുള്ള ശമ്പള വർധനവും. മൂന്നാമതായിട്ടുള്ളത് KV തോമസ് എന്ന് പറയുന്ന ഡൽഹിയിലെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിക്കുള്ള വർധനവ്. അദ്ദേഹത്തിൻ്റെ TA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള വർധനവ്. ഓണറേറിയത്തിൽ അല്ല, ബാക്കിയുള്ള അമ്യൂണിറ്റീസിലെല്ലാം വന്നിരിക്കുന്ന വർധനവ്. ഇതെല്ലാം അരിയാഹാരം കഴിക്കുന്ന കേരളീയനെ സംബന്ധിച്ചിടത്തോളം ദഹിക്കുന്നതല്ല എന്ന് ആദ്യമേ ബന്ധപ്പെട്ടവർ മനസ്സിലാക്കുക. നിങ്ങൾ ഇത് വർദ്ധിപ്പിക്കുമ്പോൾ മറ്റ് ചില ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയി, നിങ്ങളുടെ പ്രിയോറിറ്റീസ് തെറ്റിപ്പോയി. ഈ മുൻഗണന തെറ്റി എന്നുള്ള കാര്യം പലവട്ടം പല എപ്പിസോഡുകളിലും ഞങ്ങൾ പറഞ്ഞിരുന്നു. സർക്കാരിൻ്റെ മുൻഗണന തെറ്റിപ്പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക, ഇവിടെ ക്ഷേമ പെൻഷൻ ഓരോ വർഷവും 100 രൂപ വെച്ച് കൂട്ടും എന്ന് പ്രഖ്യാപിച്ചിട്ട് ഈ രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇന്ന് വരെ 100 രൂപ വെച്ച് കൂട്ടിയിട്ടില്ല. 1600 രൂപ തന്നെയാണ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ നൽകിയ തുക പലപ്പോഴും എല്ലാ മാസവും കൊടുക്കാതെ തന്നെ പെൻഡിങ് ആണ്. ഇനി 3 മാസം പെൻഡിങ് ഉണ്ട്. അതിൽ ഇപ്പോൾ ഒരു 2 മാസം കൊടുക്കുമെന്നൊരു പ്രഖ്യാപനം കണ്ടു കഴിഞ്ഞ ദിവസം. 1600 രൂപ നിശ്ചയിച്ചത് 2021 ഇന്ന് ഈ 1600 രൂപയുടെ മൂല്യം 1303 രൂപ മാത്രമാണ്. അത്രത്തോളം മൂല്യ ശോഷ്യം വന്നിട്ടും ഈ 1 രൂപ പോലും ക്ഷേമ പെൻഷൻ്റെ പ്രതിമാസ ഗഡുക്കളിൽ കൂട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, അത് എല്ലാ മാസവും ഈ പാവങ്ങൾക്ക് കൊടുക്കാൻ കൃത്യത പുലർത്തുന്നുമില്ല. ഇനി നമുക്ക് ലൈഫ് മിഷൻ്റെ കാര്യം നോക്കാം. ലൈഫ് മിഷൻ 2016 പ്രഖ്യാപിച്ചത് 5 കൊല്ലത്തിനുള്ളിൽ 5 ലക്ഷം പേർക്ക് വീട് വെക്കുന്നതിന് സ്ഥലവും കൊടുക്കുമെന്നാണ്. ഇപ്പോൾ അതിൻ്റെ സ്ഥിതി ആരും മിണ്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊക്കെ തന്നെ സർക്കാരിൻ്റെ ഫണ്ടില്ല എന്ന് പറഞ്ഞാണ് ഇതെല്ലാം മുടക്കം വരുത്തുന്നത്. ഈ ക്ഷേമ പെൻഷൻ മാസം തോറും കൊടുക്കാത്തതും വർദ്ധിപ്പിക്കാത്തതും സർക്കാരിന് ഫണ്ടില്ല എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളിപ്പോൾ നോക്കൂ, ആശാ വർക്കർമാർ അവർ വേതനം കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി കൂടിയാണ് സമരം ചെയ്യുന്നത്. അവർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആയിരക്കണക്കിന് ആശാ വർക്കർമാർ കഴിഞ്ഞ ഒരാഴ്ചയായി സമരരംഗത്താണ്. ആ ആശാ വർക്കർമാർക്ക് കൊടുക്കാൻ പണമില്ല. അങ്ങനെ പറയുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനും അംഗങ്ങൾക്കും ശമ്പള വർധനവ് നടപ്പിലാക്കിയതും. അതുപോലെ റിട്ടയർ ചെയ്ത PSC ചെയർമാനും റിട്ടയർ ചെയ്ത PSC അംഗങ്ങൾക്കും അവരുടെ പെൻഷൻ വർധനവ് നടപ്പാക്കിയതും. KV തോമസിന് വേറെയും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പബ്ലിക് സർവീസ് കമ്മീഷനിൽ കേരളത്തിൽ 21 അംഗങ്ങളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം കൂടി നിങ്ങൾ കേൾക്കണം. തമിഴ്നാട്ടിൽ 14 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. കർണാടകയിൽ 13 ഉള്ളൂ. UPയിൽ 6 പേര് മാത്രമേ ഉള്ളൂ. ആ സ്ഥാനത്താണ് കേരളത്തിൽ 21 പേരെ
പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളും ആയിട്ട് നിയോഗിച്ചിരിക്കുന്നത്. ഇവരുടെയൊക്കെ ജോലി എന്താണ്? സിറ്റിംഗ് ആണ്, ഇൻ്റർവ്യൂ ആണ്, ഫയൽ നോക്കലാണ്. ഫയൽ നോക്കൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ്, ശനിയാഴ്ചയാണ് ഫയൽ നോക്കലിന് ബാക്കി വെച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ കമ്മീഷൻ സിറ്റിംഗ്, ഇൻ്റർവ്യൂ, കമ്മിറ്റി എന്നിവയൊക്കെയാണ് ഇവരുടെ ജോലി. ഈ ജോലി അവർ ചെയ്യുന്നത് വളരെ അധ്വാനശേഷിയുള്ള ഒരു ജോലിയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ലെന്ന് നമുക്കെല്ലാം അറിയാം. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടാണ് അവർ എല്ലാതരം കൃത്യ നിർവഹണവും നടത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കൂട്ടിയ ശമ്പളം നിങ്ങൾ നോക്കുക. നിലവിൽ 2.24 ലക്ഷം രൂപയാണ് നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് 3,81,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു. 1 ലക്ഷത്തിലേറെയാണ് പ്രതിമാസം വർധനവ് വരുത്തിയിട്ടുള്ളത്. മെമ്പർമാരോ അംഗങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ 2.18 ലക്ഷം, അത് 2.73 വർദ്ധിപ്പിച്ചിരിക്കുന്നു. കേന്ദ്ര DA ആണ് ഇവർക്ക് ലഭിക്കുന്നത്. ഇവർക്ക് മറ്റ് ഔദ്യോഗികമായി എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് ഉള്ളതാണ്. ഇനി മുൻ ചെയർമാൻ ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന പെൻഷൻ വർധനവും കൂടി നിങ്ങൾ കേൾക്കുക. നിലവിൽ 1.2 ലക്ഷം രൂപയാണ് പെൻഷൻ. വീട്ടിലിരിക്കുന്നതിൻ്റെ മാത്രം ചെലവാണ്. ഔദ്യോഗികമായ കൃത്യനിർവഹണം അവസാനിച്ച് അവരുടെ പീരീഡും കഴിഞ്ഞു. പെൻഷൻ തുകയിലാണ് 2.5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചത്. 1.25 ലക്ഷത്തിൽ നിന്ന് 2.5 ലക്ഷം, 1 ലക്ഷത്തിലേറെയാണ് പെൻഷൻ വർധനവ് വരുത്തിയിരിക്കുന്നത്. ഇനി നിലവിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന മെമ്പർമാരുടെ കാര്യം നോക്കുക. 1.20, 1.25 ലക്ഷത്തിനടുക്കൽ നിലവിലുണ്ട്. അതിനെ 2.25 ലക്ഷമായി വർദ്ധിച്ചിരിക്കുന്നു. ഈ PSC മെമ്പർമാർ 21 പേർക്കും നേരത്തെ ഉണ്ടായിരുന്ന പലർക്കും, നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ റിട്ടയർ ചെയ്ത മെമ്പർമാർക്കെല്ലാം കിട്ടുന്ന ആനുകൂല്യമാണ് ഇത്. ഇതിനെല്ലാം വർധനവ്, ശമ്പള വർധനവും പെൻഷൻ വർധനവിനും 2016 മുതലാണ് പ്രാബല്യം. ഇവരുടെ കുടിശ്ശിക തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര തുകയാണ് അവർക്ക് കിട്ടാൻ പോകുന്നതെന്ന്. 2016 മുതൽ 2025 വരെ കുടിശ്ശിക കിട്ടും. ജനുവരി വരെയുള്ള കുടിശ്ശികയാണ്. എത്ര കോടികളാണ് ഇവരുടെ ഈ സാലറി എൻഹാൻസ്മെൻറ്റ് വഴി വന്നു ചേർന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ PSC ചെയർമാന്മാരും മെമ്പർമാരും ആരുടെ നോമിനികളാണ്? ആ ഭരിക്കുന്ന പാർട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ നോമിനിയാണ്. അവർ നിയോഗിക്കുന്ന പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ്. CPM-നുണ്ട്, CPI-ക്കുണ്ട്, കേരള കോൺഗ്രസ് എമ്മിനുണ്ട്, NCP-ക്കുണ്ട്. അവരുടെയൊക്കെ മെമ്പർമാരാണ് ഈ PSC-യിലെ ചെയർമാനും അതേപോലെ അംഗങ്ങളും ആയിട്ടുള്ളവർ. അവർക്കാണ് ഈ വർധനവ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഇതെല്ലാം പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ്. ഈ വർധനവെല്ലാം പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ്. KB തോമസ് പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ്. അല്ലാതെ ഔദ്യോഗികമായ പബ്ലിക് സർവീസ് കമ്മീഷൻ PSC വഴി റിക്രൂട്ട് ചെയ്തവരോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി വന്നവരോ സർക്കാരിൻ്റെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻ്റർവ്യൂയോ എഴുത്തു പരീക്ഷയോ ഒന്നും ഒക്കെ നോക്കിയിട്ടല്ല. പൊളിറ്റിക്കൽ പോസ്റ്റിംഗ്, രാഷ്ട്രീയപരമായി താല്പര്യമുള്ള ആളുകളെ പോസ്റ്റ് ചെയ്യുന്നു. അത് PSC മെമ്പറായാലും PSC ചെയർമാനായാലും ഇപ്പോൾ വർദ്ധിപ്പിച്ച ഗവൺമെൻറ് പ്ലീഡർമാരായാലും പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ്. KB തോമസ് പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ്. KB തോമസിൻ്റെ വർധനവ് കൂടി നിങ്ങളൊന്ന് കേൾക്കുക. അദ്ദേഹത്തിന് വലിയൊരു വർധനവാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നിലവിൽ 30 ലക്ഷം രൂപ എല്ലാം കൂടെ വാങ്ങുന്നു. ഇത് കൂടാതെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു വർഷം 5 ലക്ഷം രൂപ എന്നുള്ളതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചെലവ് 11.31 ലക്ഷമായി വർദ്ധിച്ചിരിക്കുന്നു. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി, കോൺഗ്രസിൽ നിന്നും ചാടി CPM-ൽ എത്തിയ KB തോമസിന് കൊടുത്തിരിക്കുന്ന വർധനവാണ്. കഴിഞ്ഞ വർഷം 6.31 ലക്ഷമായിരുന്നു. അതിൽ നിന്നാണ് 11.31 ലക്ഷത്തിലേക്ക് വന്നിരിക്കുന്നത്. നിലവിൽ ഹോണറേറിയം, ശമ്പളം, ഇന്ധന ചെലവ് എല്ലാം കൂടെ ചേർത്ത് 30 ലക്ഷം രൂപയുണ്ട്. ഇതിന് പുറമേയാണ് ഈ 11.31 ലക്ഷം കൂടി വന്നിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കുന്നു. അദ്ദേഹത്തിൻ്റെ TA ആണ് കേട്ടോ, KB തോമസിൻ്റെ TA ആണ് ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഗവൺമെൻറ് പ്ലീഡർമാരുടെ കാര്യം നോക്കൂ. പ്ലീഡർമാർക്ക് നിലവിൽ
1.20 ലക്ഷം രൂപ അതിപ്പോൾ 1.5 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചു കൊടുത്തു. സീനിയർ ആണെങ്കിൽ നിലവിൽ 1.10 ലക്ഷമായിരുന്നു, 1,10,10,000. അതിപ്പോൾ 1.40 1,40,40,000 ആക്കി വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ്. ഇതെല്ലാം വർദ്ധിപ്പിച്ച ഈ സർക്കാർ പാവങ്ങൾക്ക് കൊടുക്കേണ്ട തുകയിൽ മാത്രം ഇങ്ങനെ ഒരു മുടന്തൻ ന്യായം പറയുന്നത് ആർക്കാണ് സഹിക്കാൻ കഴിയുക? ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ല, ലൈഫ് മിഷൻ്റെ തുക അനുവദിക്കാനില്ല, ആശാ വർക്കർമാർക്ക് കൊടുക്കാനില്ല, 16,000 എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് ശമ്പളമില്ല. എത്രയോ നാളുകളായി അവർ ശമ്പളമില്ലാതെ വർക്ക് ചെയ്യുന്നു. അതിൽ ഒരു അധ്യാപികയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. കേരളത്തിൻ്റെ സ്ഥിതി ഇതാണ് എന്ന് നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. കാരണം നമുക്ക് ജനങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ ജനങ്ങളുടെ വികാരം കൂടി ബന്ധപ്പെട്ട സർക്കാരുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ ആരും രാഷ്ട്രീയം കാണരുത്. ഒരു രാഷ്ട്രീയത്തിൻ്റെയും പശ്ചാത്തലത്തിലല്ല ഞങ്ങളിത് പറയുന്നത്. ശരി ശരിയും തെറ്റ് തെറ്റുമാണ്. സർക്കാരിൻ്റെ പദ്ധതികൾ പലത് വന്നാലും ഞങ്ങളത് ഈ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്, അതെല്ലാം പങ്കുവെക്കുന്നുണ്ട്. നല്ലത് ചെയ്തപ്പോൾ സർക്കാരിനെ ഞങ്ങൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു ആ സമയങ്ങളിൽ. പക്ഷേ ഇത് കുറച്ച് കടന്ന കയ്യായി പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ. ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. നന്ദി.